ഞാൻ ചുരിദാർ അടിക്കാറുണ്ട്, ബ്ലൗസ് അടിക്കാറുണ്ട്, എല്ലാ സാധനങ്ങളും അടിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് അടിക്കാനൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ നൈറ്റി എനിക്ക് അടിക്കാൻ അറിയില്ല. നൈറ്റി അടിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നൈറ്റിൻ്റെ അളവ് ചാർട്ടൊന്ന് വിടാൻ പറ്റുമോ, എക്സൽ ആകുമ്പോൾ എങ്ങനെയാണ്, ഫ്രീ സൈസ് ആകുമ്പോൾ എങ്ങനെയാണ്, ഡബിൾ എക്സൽ ആകുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ ഇതിൻ്റെ എംബ്രോയ്ഡറിനൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വെക്കുക, ഇതിൻ്റെ ഷോൾഡർ എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ ഇത് അടിയിലേക്കും മുകളിലേക്കും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, നൈറ്റി ഫ്രണ്ട് ഭാഗത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുക, ഇതിൻ്റെ അടിഭാഗത്ത് മുകളിലേക്ക് കയറിയും വലിഞ്ഞും നിൽക്കുന്നുണ്ട്, അതുപോലെ ഇതിൻ്റെ നൈറ്റീൻ്റെ പീസിൽ നിന്ന് എങ്ങനെയാണ് കൈ കിട്ടുക, ഇതിൻ്റെ ബാക്ക് പീസ് വെക്കുമ്പോൾ നമ്മൾ ക്രോസ് പീസ് വെക്കണോ, ആ ക്രോസ് പീസ് എങ്ങനെയാണ് നൈറ്റിൻ്റെ പീസ് തന്നെ കിട്ടുക. അപ്പോൾ ആദ്യമായിട്ട് അടിക്കുന്നവർ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണിത്. അപ്പോൾ നൈറ്റിക്ക് ഇതാ നമുക്ക് ആദ്യം തന്നെ ക്രോസ് പീസിൻ്റെ ഡൗട്ട് നോക്കാം. അതിന് ക്രോസ് പീസ് ഒന്നും വേണ്ട, നമ്മൾ കൈഭാഗത്ത് കട്ട് ചെയ്യുന്ന ആ ഭാഗത്തു നിന്ന് കിട്ടുന്ന ചെറിയ പീസുകൾ പരസ്പരം യോജിപ്പിച്ചിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ബാക്ക് നെക്കിലാണ് നമ്മളിങ്ങനെ വെക്കുക. ഇതുപോലെ ഇങ്ങനെ പതിച്ചടിച്ചിട്ട് തിരിച്ചിട്ടിട്ട് ഉൾഭാഗത്ത് അങ്ങനെ കത്രിക വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് രീതിയിൽ നമുക്ക് നൈറ്റിൻ്റെ ഷോൾഡർ വെച്ച് കൊടുക്കാൻ പറ്റും, ഷോൾഡർ റെഡിയാക്കാൻ പറ്റും. ചിലരിത് ആദ്യം തന്നെ ഇങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട്, ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇത് പരസ്പരം കൂട്ടി യോജിപ്പിക്കും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതല്ലാതെ വേറെ ഒരു രീതിയുണ്ട്, അത് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഷോൾഡർ എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് ഷിബില്ലാത്ത നെക്ക് വെച്ചിട്ട് ഒരാൾ അടിക്കാൻ പറഞ്ഞതാണ്. നമുക്കിതൊക്കെ ഓർഡർ ഉള്ളത് ആളാണ്. എല്ലാം പഠിച്ചിട്ട് എല്ലാം ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റില്ല. എല്ലാം പഠിച്ചവരും ആരുമില്ല, ഒന്നും പഠിക്കാത്തവരും ആരുമില്ല. അതാ നോക്കുക, നമ്മൾ ക്രോസ് പീസ് ഇല്ലെങ്കിലും ആ കട്ട് ചെയ്ത പീസ് കൊണ്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളെ ബാക്ക് നെക്കിന് ഒരു വൃത്തികേടുമില്ല, നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ കാര്യത്തിലും ക്രോസ് പീസിൻ്റെ കാര്യത്തിലും ഡൗട്ട് ക്ലിയർ ആയി കഴിഞ്ഞ് നമുക്ക് ഷോൾഡർ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെയാണ്ട് അടിച്ചു കൊടുത്താൽ ഷോൾഡർ ഒന്നങ്ങനെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ അടിക്കുന്നവരുണ്ട്. ഒരുവിധം ഏജ്ഡ് ആയിട്ടുള്ള ചില താത്തന്മാരൊക്കെ അങ്ങനെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വെക്കാറുണ്ട്. പിന്നെ ഈ ഷോൾഡർ കൂട്ടുന്ന രണ്ടാമത്തെ രീതിയാണിത്. അതിന് നമ്മൾ എന്ത് ചെയ്യരുത്, ബാക്ക് കഴുത്ത് ആദ്യം തന്നെ പതിച്ചടിക്കാൻ പാടില്ല. ഇങ്ങനെ നെക്ക് അടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ബാക്ക് നെക്കിൻ്റെ ആ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് അടിച്ചത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും ഒരുമിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരിത്തിരി തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. നമ്മൾ കൂടുതൽ ഷോൾഡർ ഭാഗത്ത് തയ്യൽ തുമ്പ് ഇടാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇറക്കം കുറയും. ഇറക്കം വല്ല 52 ആകുന്നവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് ബാക്ക് നെക്കിൻ്റെ പീസാണ്. ഇത് കുറച്ച് ഫുൾ സ്ലീവ് വേണ്ട ആളായിരുന്നു, കുറച്ച് അത്യാവശ്യം തടിയുണ്ട്. അതുകൊണ്ട് പീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു മെറൂൺ നേവി ബ്ലൂ പീസിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് നെക്ക്. ചിലർക്ക് ഇതെല്ലാം വലിയ പ്രോബ്ലമാണ്. ഇതിങ്ങനെ ഇത് മതിയെന്ന് പറഞ്ഞാണ് ബാക്ക് നെക്ക് ചതുരക്കഴുത്ത് മതിയെന്ന് പറഞ്ഞതാണ് സ്ക്വയറിൽ. ചിലർ റൗണ്ട് മാത്രം മതിയെന്ന് പറയും, ചിലർ സ്ക്വയർ വേണമെന്ന് പറയും, ചിലർ ഷിബ് വെച്ചിട്ടുള്ളത് വേണമെന്ന് പറയും, ചിലർ ഷിബ് വേണ്ടെന്ന് പറയും. നമ്മൾ അടിക്കാതെ വെക്കുന്നതുകൊണ്ടുള്ള പവറാണ് ഇതൊക്കെ. അപ്പം എന്താണെന്ന് വെച്ചാൽ അവരവർക്കുള്ള ടേസ്റ്റിനനുസരിച്ച് അടിച്ചു കൊടുക്കാൻ പറ്റും. ചിലർക്ക് കഴുത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ട് വേണം, ചിലർക്ക് കഴുത്ത് തീരെ വേണ്ട, ചിലർക്ക് ഇങ്ങനെ എംബ്രോയ്ഡറിനൊക്കെ വെക്കുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് അത് വെക്കുന്നതാണ് ഇഷ്ടം, ചിലർക്കൊന്നുമില്ലാതെ ജസ്റ്റ് ഷിബ് മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ് സക്സസ് ആവാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ നമ്മൾ മെറ്റീരിയൽ എടുക്കണതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ താല്പര്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഉൾഭാഗത്ത് നമ്മുടെ ഈ ഷോൾഡർ കൂട്ടിയതിൻ്റെ തുമ്പ് കാണൂല. ഇനി നമ്മൾ അടുത്ത രീതിയിൽ പറഞ്ഞാൽ അത് ഷോൾഡറിൻ്റെ ഭാഗത്ത് തുമ്പ് കാണും. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയുണ്ട്, നെക്കിന് എന്തെങ്കിലും വൃത്തികേടോ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി പലരും പറയാറുണ്ട് അടിഭാഗത്ത് കയറി ഇറങ്ങി നിൽക്കും, അങ്ങനെയുള്ളൊരു സംഭവം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നൈറ്റി നമ്മൾ ഷോൾഡറൊക്കെ കൂട്ടിയതിന് ശേഷം നമ്മൾ അടിഭാഗം അടിക്കണം. ആ ടൈമിൽ എന്ത് ചെയ്യണം, അടിയിൽ നിന്ന് മുകളിലേക്ക് അടിച്ചു കൊണ്ടുവരണം. അടിഭാഗത്തുനിന്ന് മുകളിലേക്ക് അടിച്ചു കൊണ്ടുവരണം. ആ സമയത്ത്
ഒരുപോലെ വെക്കുക. നന്ന അടി അടിക്കുമ്പോൾ നമ്മൾ ചുരിദാറിനൊക്കെ കിട്ടുന്ന ജസ്റ്റ് ഒന്ന് ക്രോസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അടിഭാഗം അടിച്ച് വരുമ്പോൾ ഒരുപോലെ വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത് കുറയും. അതുപോലെ തന്നെ ഇത് നമ്മൾ പറയാറുണ്ട് എങ്ങനെയാണ് നൈറ്റിക്ക് നമ്മൾ കൈക്ക് എങ്ങനെയാണ് പീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. 2 രീതിയിൽ ചെയ്യാൻ പറ്റും കൈക്ക് പീസ്. ഇതാ ഇങ്ങനെയുള്ള ക്രോസ് പീസുകളായിട്ടാണ് നമുക്ക് നൈറ്റിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുക. ഇനി 50 സൈസ് അങ്ങനെയൊക്കെ ഉള്ളവരാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അടിഭാഗത്തു നിന്ന് നീളത്തു നിന്ന് കട്ട് ചെയ്യാനുണ്ടാവും. പക്ഷേ അങ്ങനെ അല്ലാത്തവർക്ക് ഇതാ ഇങ്ങനെയാണ്. അതെന്ത് ചെയ്യുക, ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതും ആക്കിയിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അടിച്ചിട്ട് അത് പരസ്പരം ചെറിഞ്ഞ് ചിലപ്പോൾ ഇതിനേക്കാളും ചിലർക്ക് എന്ത് ചെയ്യുക, ഒരു 16, 15 ആ രീതിയിൽ കൈ ഇറക്കം മതി എന്നുള്ളവർക്ക് ഈ ഒരു പീസ് മതിയാവും. അല്ലാത്തവർക്ക് എന്ത് ചെയ്യണം, ഇനിയും പീസ് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവർക്ക് ഇനിയും പീസ് എടുക്കേണ്ടി വരും. ഇനി നമ്മുടെ ഈ കൈയുടെ ഈ ഒരു പീസ് ഇതിലേക്ക് ഇങ്ങനെ പതിച്ചടിച്ച് കൊടുത്താൽ മതി. ഇതിങ്ങനെ ഉൾഭാഗത്തേക്ക് അടിക്കുന്നതിന് പകരം ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുത്താലും മതി. ചിലർക്ക് പുറം ഭാഗത്ത് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഈ നൂല് കാണുന്നത് വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഇങ്ങനെ ഉൾഭാഗത്ത് തന്നെ വെച്ചിട്ട് അടിച്ചാൽ മതി എന്ന് പറയും. ഒരുപാട് തിരക്കുണ്ടാകുമ്പോൾ ഒത്തിരി പേര് വാട്സപ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള ഡൗട്ടുകൾ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇപ്പോൾ ദാ ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ കൈ. ഇത് 18 ഇഞ്ചാണുള്ളത്. അപ്പോൾ കൈയുടെ ഡൗട്ടും തീർന്ന്. ഇനിയും ഡൗട്ടുള്ളവർ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചോളി. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള നെക്ക് അടിക്കാൻ പറ്റുന്നവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് മതി, ഇതൊന്നും അടിക്കണം. നമ്മൾ ലേസ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ലേസ് വെച്ച് കൊടുക്കുക. തീരെ നൈറ്റി അടിക്കാൻ പറ്റാത്തവർക്കേ, അടിക്കാൻ അറിയാത്തവർക്ക് ഇങ്ങനെ സ്വന്തമായിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു വെറൈറ്റി ആയും ചെയ്ത്. ഇവിടെ ചെറിയ പിള്ളേരൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള നൈറ്റീസാണ് അടിക്കാൻ പറയാറുള്ളത്. അവർക്ക് ഷിബൊന്നും വേണ്ട, ഒന്ന് കഴുത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ലൂസായിട്ട് ഒരു സ്വസ്ഥതായിട്ട് ഇരിക്കാൻ പറ്റുന്നത് മതി എന്നാണ് പറയാം. നമ്മൾ ചുരിദാറിൻ്റെ പോലെ ഫ്രണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക. നമ്മുടെ അടുത്ത് കൂടുതൽ പേരും ഓർഡർ ചെയ്യുന്നവർ ഇങ്ങനെയുള്ള നൈറ്റിയാണ് കേട്ടോ ഓർഡർ ചെയ്യാറുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഷോൾഡർ കൂട്ടുന്നത്, ഇതിൻ്റെ ബാക്ക് നെക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതുപോലെ ഇതും. പക്ഷേ ഇങ്ങനെ നമ്മൾ ഷോൾഡർ കൂട്ടുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഇങ്ങനെ ഈ തയ്യൽ തുമ്പ് കാണും. അത് ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല, ചിലർക്ക് അത് കുഴപ്പമാവും. അപ്പോൾ കൂടുതലും ബിസിനസ്സിന് വൃത്തി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു മോഡൽ ട്രൈ ചെയ്യണ്ടാവും നല്ലത്. നമുക്ക് അടിക്കുക, അതുപോലെ ഇങ്ങനെ അടിക്കണം. ചിലർ പറയാറുണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഈ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സുഖമാണ്, ഇതാണ് നല്ലതെന്ന് ചിലർ പറയും. ചിലരത് വേണ്ടാന്നും പറയും. ഇനി നമ്മൾ അതുപോലെ തന്നെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുക എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയാറുണ്ട്. ഒരു കൈ പിരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം, നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് കൈ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് സ്ലോപ്പാക്കിയിട്ട് കട്ട് ചെയ്യണം. അതിനി കട്ടിങ്ങിൻ്റെ ഡൗട്ടുകൾ ചോദിച്ചവർക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിൽ പറഞ്ഞുതരാം. വീഡിയോയിൽ കാണാറുണ്ട് എംബ്രോയ്ഡറിനൊക്കെ, അതെങ്ങനെയാണ് നൈറ്റിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഉത്തരമാണിത്. നമ്മളിത് ചാർട്ടായിട്ടാണ് കിട്ടുക. അതിൽ നിന്ന് കറക്റ്റ് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നൈറ്റിയുടെ ചീത്ത ഭാഗത്ത് വെച്ചിട്ട്, ഇത് ഫ്രണ്ട് നെക്കിൽ വെക്കുന്നവരുണ്ട്. ഈ ഒരു നെക്ക് ഒത്തിരി പേരും ബാക്ക് നെക്കിലും വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ബ്ലൗസിൻ്റെ ബാക്കിലും വെക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് അടിക്കുമ്പോൾ ടോപ്പിൻ്റെ ബാക്കിൽ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ നെക്ക് ഒത്തിരി തവണ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. 6 7 ചാർട്ട് ഉണ്ടായിരുന്നത് പെട്ടെന്ന് കഴിഞ്ഞു. വീണ്ടും ഒരുപാട് പേര് ചോദിച്ചിരുന്നു, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പതിച്ചടിച്ചത് വീണ്ടും ഇങ്ങോട്ട് അടിച്ചിട്ട് ആദ്യം ആ ഭാഗത്തൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക. ആദ്യം അറിയാത്തവർ ജസ്റ്റ് ആദ്യം ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ആദ്യം അടിച്ചു കൊടുത്താൽ മതി. അല്ലാത്തവരെന്ത് ചെയ്യുക, മടക്കി അടിച്ചതിന് ശേഷം ഇങ്ങനെ പതിച്ചടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. ഇതിനേക്കാളും വൃത്തി എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മളിതിങ്ങനെ പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം അടിച്ചു കൊടുക്കുന്നതാണ്. ഇതിനാവുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഷിബൊന്നും വേണ്ട. ഇനി ഷിബ് വെക്കണം എന്നുള്ളവർക്ക് ഇതിന് ഈ സെൻട്രൽ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ നെക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ ഷിബ് വെപ്പിച്ചവരും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലിങ്ങനെ നമുക്ക് പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി നൈറ്റ് ഇങ്ങനെയുള്ള നൈറ്റിക്ക് എങ്ങനെ ഷിബ് വെക്കുക എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണിത്. ഷിബ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടയാളം വെച്ചിട്ട് അതിൻ്റെ 1 ഇഞ്ച് മുകളിലേക്കായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അവിടെ ജസ്റ്റ് അടയാളം വെച്ചിട്ട് ഇതാ ഇതുപോലെ ഷിപ്പ് നമ്മൾ ഓരോ ഇത് വേറൊരു നൈറ്റിൻ്റെ പീസാണ്. ഇതിന് ഷിപ്പ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഷിപ്പ് കവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതാ നിങ്ങൾ ഒരുവിധം ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കണേ. ഇനി ഉള്ള ഡൗട്ടുകൾ നിങ്ങളിതിൽ കമൻ്റായിട്ട് തന്നെ ഇടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാൻ വീഡിയോ എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ മെറ്റീരിയൽ വേണ്ടവർക്കൊക്കെ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഡൗട്ട് ഉള്ളവരൊക്കെ ഇതിൽ കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ചെയ്യുക. താങ്ക്